നന്ദുഷ കൂടി ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, രാഹുലിന്റെ വീട്ടിലാണുള്ളത്. രാഹുൽ അവിടെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. രാഹുൽ എവിടെയാണ് എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണമില്ല. ഇപ്പോൾ എന്താണ് നിലവിൽ അവിടുത്തെ അവസ്ഥ? ജിൽസി, മാസങ്ങൾക്ക് മുമ്പ് രാഹുലിനെതിരെ ആദ്യത്തെ ശബ്ദരേഖയും ആരോപണവും പുറത്തു വരുന്ന സമയത്ത് തന്നെ രാഹുൽ ഈ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് രാഹുൽ ഇവിടെ പെട്ടുപോയിരുന്നു. കാരണം വിവിധ സംഘടനകളുടെ പ്രതിഷേധങ്ങളും അതോടൊപ്പം മാധ്യമങ്ങളുടെ സാന്നിധ്യവും അതോടൊപ്പം പോലീസ് കാവലും ഒക്കെയായി രാഹുൽ ദിവസങ്ങളോളം ഈ വീട്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോയത് ഈ ആരോപണം ഉണ്ടായി ഏതാണ്ട് 3 ആഴ്ചകൾക്ക് ശേഷമാണ്. അത്രയും ദിവസം രാഹുൽ ഈ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പുതിയ പരാതി പുറത്തു വന്ന അല്ലെങ്കിൽ പരാതി നൽകിയ ശേഷമുള്ള ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ രാഹുലിന്റെ വീട്ടിൽ രാഹുലിന്റെ അമ്മ മാത്രമാണുള്ളത്. ഇവിടെ ഏതായാലും ഇന്ന് വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയാണുള്ളത്. SFI പ്രവർത്തകർ ഏതാണ്ട് 10 മണിയോടുകൂടി ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടെ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ നിന്നുള്ള പോലീസ് വാഹനമടക്കം പോലീസുകാർ ഇവിടെ ഇന്ന് കാവൽ നിൽക്കുന്നുണ്ട്. ഈ പ്രതിഷേധ സമരം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും കൂടുതൽ പോലീസിനെ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലുമാണ് എത്തിയിട്ടുള്ളത്. ഏതായാലും രാഹുൽ നിലവിൽ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ സ്വാധീനം വളരെ വലുതാണെന്ന് എടുത്തു കാണിക്കുന്നതായിരുന്നു സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ. രാഹുലിന്റെ ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള റിനു പി രാജനും അതോടൊപ്പം ഫെനി നൈനാനും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ എത്തുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം രാഹുലിനുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അതേ ഗ്രൂപ്പിലുള്ള യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പലരും UDF സ്ഥാനാർത്ഥികളായി എത്തിയതും ജില്ലയിൽ രാഹുലിന്റെ സ്വാധീനം വിളിച്ചറിയിക്കുന്ന ഘടകം തന്നെയായിരുന്നു. ഏതായാലും അത്തരമൊരു നീക്കത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ ഏറ്റവും അടുത്ത ആളുകൾ പോലും മത്സരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരെ ഇത്ര വലിയൊരു പരാതി വരികയും വീണ്ടും രാഹുലിന്റെ വീട് ഒരു പ്രതിഷേധ സ്ഥലമായി മാറുകയും ചെയ്യുന്നതൊട്ടും തെരഞ്ഞെടുപ്പിൽ ഒട്ടും UDFന് അഭികാമ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷകൾക്ക് പോലും മങ്ങലേൽപ്പിക്കുന്ന ഒരു ഘടകമായി രാഹുലിനെതിരെയുള്ള ഈ പരാതി മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. ഏതായാലും നിലവിൽ രാഹുൽ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരും ഒക്കെ പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ പാലക്കാട് തന്നെയാണ്. തെരഞ്ഞെടുപ്പൊക്കെ ആയതിനാലും മറ്റു പൊതുപരിപാടികളും ഒക്കെ ഉള്ളതിനാലും രാഹുൽ പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. ഏതാണ്ട് 2 ആഴ്ച കാലമായി രാഹുൽ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പരാതി വന്നതിന്റെ പശ്ചാത്തലത്തിലും രാഹുൽ പാലക്കാട് വിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി നന്ദുഷ.